നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന സിനിമ അത് പ്രധാനമായിട്ടും വസ്തുതാവിരുദ്ധവും മതവിദ്വേഷം പരത്തുന്ന തരത്തിലുമാണ് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നമുക്കൊരു കഥയെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാകുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിലവിൽ കേരള സ്റ്റോറി ഒന്നാം ഭാഗത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കെയാണ് ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം ഇറങ്ങാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. കേരളത്തിലെ ആളുകളെ, കേരളത്തിലെ സ്ത്രീകളെയൊക്കെ നിർബന്ധിച്ച ബീഫ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് ഒരു മതവികാരം ഉണ്ടാക്കാൻ വേണ്ടി, മതവികാരം വ്രണപ്പെടുത്തി എന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു സിനിമ ആയിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ ഭാഗമായിട്ട് തന്റെ നിലപാട് അറിയിച്ച് രംഗത്തേക്ക് എത്തുകയാണ് റാപ്പറായ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. വസ്തുതാവിരുദ്ധവും മതവിദ്വേഷം പരത്തുന്നതിലും കുപ്രസിദ്ധി നേടിയ കേരള സ്റ്റോറിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ നിലപാട് അറിയിക്കുന്നത്. ഇത്രയും വെറുപ്പോടുകൂടി സിനിമ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് നമ്മളോട്, അതായത് കേരളത്തിലെ ജനങ്ങളോട്, രാജ്യത്തെ ജനങ്ങളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ് വേടൻ ഉന്നയിക്കുന്നത്. മലയാളികൾ ജാഗ്രതയോടെ ആയിരിക്കണം എല്ലാ പ്രശ്നങ്ങളും നോക്കിക്കാണേണ്ടുന്നത്. അത്തരത്തിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുകയും അതിജീവിക്കുകയും ചെയ്തവരാണ് നമ്മളെന്നും ഓർമ്മപ്പെടുത്തുകയാണ് റാപ്പർ വേടൻ. ഇത്രയും വെറുപ്പോടുകൂടി ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് വേടന്റെ ചോദ്യം. ശ്രദ്ധിച്ച് ജീവിക്കണം, ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടണം. ഇവർ ആദ്യം അടിക്കാൻ പോകുന്നത് നമ്മളെ തന്നെ ആയിരിക്കുമെന്ന് വേടൻ പറയുന്നു. എനിക്ക് പാട്ടുപാടി കാശും വാങ്ങി ഇതൊന്നും പറയാതെ പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്ന സാഹചര്യമാണെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ സഹമനുഷ്യരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താൻ ഈ വേദി ഉപയോഗിക്കുന്നതെന്നും റാപ്പർ വേടൻ പറയുന്നു. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ പെർഫോം ചെയ്യുന്നത്. പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരിശോധിപ്പിച്ചപ്പോഴും നമ്മൾ ഒരുമിച്ച് നിന്നവരാണ്. നമ്മൾ രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്നവരല്ല, നമ്മൾ സമാധാനമായി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഇവരൊക്കെ നമ്മളോട് ഇത്തരത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നത്. സിനിമ കാണുമ്പോഴും രാഷ്ട്രീയം കൊണ്ട് കാണിക്കുന്ന കൊള്ളത്തരങ്ങൾ അത് നിങ്ങൾ മനസ്സിലാകാതെ പോകരുത്. അവന്മാരുടെ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ടുവന്നേക്കുന്നത് കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് റാപ്പർ വേടനം ഈ സിനിമ വളരെയധികം വിദ്വേഷം പരത്തുന്ന തരത്തിലാണ് എന്ന് പറയുന്നു. മലയാളികൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒറ്റ നിലപാടെടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കേരള സ്റ്റോറി 2ന്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നിലവിൽ ഉയർന്നു കാണിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതടക്കമുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് സിനിമയ്ക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിർമ്മാതാക്കളായ സൺഷൈൻ പിക്ചേഴ്സും മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കാരണമായ ദ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമാണ് ദ കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന് പറയുന്ന സിനിമ. UA സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് സെൻസർ ബോർഡ് അനുവദിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങൾക്ക് A സർട്ടിഫിക്കറ്റ് ആണ് അനുവദിക്കുന്നത്. എന്നിട്ട് മതവിദ്വേഷം പരത്തുന്നു എന്നുള്ള ആരോപണം നേരിടുന്ന ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് അനുവദിച്ച CBSC നടപടിയെ പലരും വിമർശിച്ചു കാണുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഈ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കേരള സ്റ്റോറിക്കെതിരെ വിമർശനം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരള സ്റ്റോറി രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ മണിക്കൂറുകൾക്ക് തൊട്ടടുത്ത സമയം തന്നെ ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തുന്നത്. കേരളത്തിനെതിരെ വിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണേണ്ടതാണെന്നും
മതസൗഹാർദ്ദത്തിന്റെ നാടായിട്ടുള്ള കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണമെന്നുമാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നട്ടാൽ കുരുക്കാത്ത നുണകളും വിദ്വേഷങ്ങളും കേരള വിരുദ്ധ പ്രചാരണങ്ങളും കുത്തിനിറച്ച ഒന്നാം ഭാഗം വർഗീയ ലക്ഷ്യത്തോടെ നിർമ്മിച്ചതാണ് എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞതാണെന്ന് അദ്ദേഹം കുറിക്കുന്നു. സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ മാതൃകയെ ഭയപ്പെടുത്തുന്നവരാണ് തുടർച്ചയായ വിദ്വേഷ പ്രചാരണങ്ങളുടെ അണിയറക്കാരായി മാറുന്നത് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കലാസൃഷ്ടിയുടെ മേലങ്കി അണിഞ്ഞ് പുറത്തിറക്കിയ ആദ്യ ഭാഗത്തെ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞവരാണ്. കേരള സ്റ്റോറി എന്ന അപഹാസ്യമായ വ്യാജ പ്രതീതി നിർമ്മിതിയെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത് സംഘപരിവാർ കേന്ദ്രങ്ങളാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പരസ്പര സമ്മതത്തോടെ നടക്കുന്ന വിവാഹങ്ങളെ പോലും വർഗീയതയുടെയും നിർബന്ധിത മതപരിവർത്തനത്തിന്റെയും നിറം നൽകി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത് അവരാണെന്നും വർഗീയ കലാപങ്ങൾ ഇല്ലാത്തതും എല്ലാ മതവിശ്വാസികളും പരസ്പരം ബഹുമാനത്തോടെ സഹവർത്തിക്കുന്നതും കേരളത്തെ അവർ ശത്രുതയോടെയാണ് കാണുന്നതെന്നും നമ്മുടെ നാടിന്റെ ശാന്തിയും സമാധാനത്തിലും വിഷം കലർത്താൻ ശ്രമിക്കുന്നത് ഈ ശക്തികളാണ് എന്നും നമ്മുടെ നാടിന്റെ ശത്രുക്കൾ ഇവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. ബീഫ് എന്ന പേരിട്ടത് കൊണ്ട് ചലച്ചിത്രമേളയിലെ ഒരു ചിത്രത്തിന് പ്രദർശന അനുമതി പോലും നിഷേധിച്ച കാലത്ത് സമൂഹത്തിൽ ഭിന്നതയുടെ വിദ്വേഷവും പടർത്തുന്ന അങ്ങനെ ലക്ഷ്യത്തിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വിഷ സൃഷ്ടികൾക്ക് എങ്ങനെ പ്രദർശനാനുമതി ലഭിച്ചു എന്നുള്ള ആശ്ചര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സുസ്ഥിര വികസനം സൂചികകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിന്റെ മാതൃകയായ മതസൗഹാർദ്ദത്തിന്റെ നാടായ കേരളത്തെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി തള്ളിക്കളയണമെന്നാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്നത്. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മതേതര അടിത്തറ തകരില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. വിദ്വേഷ പ്രചാരണങ്ങളെ അവജ്ഞയോടെ തള്ളുന്നതിനൊപ്പം തന്നെ വസ്തുതകളെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളെയും ശക്തമായി ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളം നമ്മുടെ അഭിമാനമാണ്. നുണകൾക്കെതിരെ സത്യം ജയിക്കണം. അതിനായി നാം ഒരുമിച്ച് നിലകൊള്ളണം എന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നത്. അതേസമയം ഈ ഒരു വിഷയത്തിൽ കേരള സ്റ്റോറി ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ട്രെയിലർ പുറത്തു വരുമ്പോൾ മറ്റൊരു വിഷയം കൂടെ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇവിടെ ഒരു പ്രത്യേക പ്രൊപ്പഗണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നത് എന്നതൊക്കെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അതവിടെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ചില ആളുകളെങ്കിലും അനുകൂലിക്കുന്ന ചിലരെങ്കിലും പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള നാട്ടിൽ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ആ സിനിമ കാണേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിജയ് ദളപതി അവസാനമായിട്ട് അഭിനയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവസാനമായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ പുറത്തിറങ്ങാതെ ഇപ്പോഴും പെട്ടിക്കകത്ത് തന്നെ മൂടിക്കിടക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജനനായകൻ എന്ന ചിത്രം ഇപ്പോഴും പെട്ടിയിലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സിനിമ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള സെൻസർ ബോർഡ് അംഗത്തിന്റെ പരാതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോഴും ആ സിനിമ റിലീസ് ചെയ്യാത്തത്. അങ്ങനെ ഇഴകീറി പരിശോധിക്കുന്ന സെൻസർ ബോർഡിന് കേരള സ്റ്റോറി എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള സിനിമ കാണുമ്പോൾ എങ്ങനെ അത് അനുവദിക്കാൻ തോന്നി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉയരുന്നത്. കേരള സ്റ്റോറി ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് നമ്മളുടെ നാട്ടിൽ നടക്കാത്ത ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഈ ട്രെയിലറിന് പുറകെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും കേരളത്തിലെ ആളുകളെ ഈ ഒരു സിനിമ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കില്ല എങ്കിലും കേരളത്തിന് പുറത്തുള്ള ആളുകളെ ഈ ഒരു സിനിമ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തൽ അത് വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്കും രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കും ഒക്കെ മാറ്റാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള വിലയിരുത്തലാണ്. സിനിമ എത്രയും പെട്ടെന്ന് തന്നെ നിർത്തലാക്കണം അല്ലെങ്കിൽ സിനിമ ഒരിക്കലും റിലീസ് ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെ മലയാളികൾ ഓരോ മുക്കിലും മുലയിലുള്ള മലയാളികളടക്കം ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് അറിയിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ നിലപാടുകൾ അറിയിച്ച് രംഗത്തേക്ക് വരുന്ന റാപ്പർ വേടനും തന്റെ നിലപാട് അറിയിച്ച് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയണം, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേടന്റെ വാക്കുകൾ.